നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെതിരെ വധശ്രമം നടന്നതും അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതുമായ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല മറ്റു ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന രഹസ്യ വിവരം US അധികൃതർക്ക് കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. എന്നാൽ പെൻസിൽവാനിയയിൽ 20-കാരൻ ട്രംപിനെ ആക്രമിച്ചതിന് ഈ ഗൂഢാലോചനയുമായി ബന്ധമില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ആരോപണത്തിനെതിരെ ഇറാനും രംഗത്ത് വന്നു. ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് ഇറാൻ പറഞ്ഞു. ജനറൽ സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ട ട്രംപിനെ കോടതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയാണ് വേണ്ടതെന്നാണ് ഇറാന്റെ നിലപാട്. കുറ്റവാളിയായ ട്രംപിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ഇറാൻ സ്വീകരിച്ചുവെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കി. US ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറയുന്നത് പ്രകാരം പെൻസിൽവാനിയ റാലിക്ക് മുമ്പ് തന്നെ ട്രംപിനെതിരായ ഭീഷണി സീക്രട്ട് സർവീസസിനും അതുപോലെ തന്നെ ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഭാഗത്തിനും അറിവുണ്ടായിരുന്നുവെന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. വെടിയേറ്റതിന് പിന്നാലെ കൂടുതൽ സുരക്ഷ സജ്ജമാക്കിയിരിക്കുകയാണ്. അതേസമയം പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തിയ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ വീരപരിവേഷമാണുള്ളത്. അക്രമിയുടെ വെടിയേറ്റു മുറിഞ്ഞ വലതു ചെവിയിൽ ബാൻഡേജുമായി മുഷ്ടി ചുരുട്ടി ഡൊണാൾഡ് ട്രംപ് കടന്നു വന്നപ്പോൾ അനുയായികളുടെ ആവേശം അണപൊട്ടി. അമേരിക്കയിലെ വിസ്കോൺസിൻ സംസ്ഥാനത്തുള്ള മിൽവോക്കിയിൽ നടന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിലേക്കാണ് ട്രംപ് എത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച പെൻസിൽവേനിയയിൽ റാലിക്കിടെയുണ്ടായ വധശ്രമത്തെ അതിജീവിച്ച ശേഷം ട്രംപിന്റെ ആദ്യ പൊതുപരിപാടിയായിരുന്നു ഇത്. ട്രംപ് വേദിയിലേക്ക് എത്തവേ ഫൈറ്റ് 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 എന്ന് ജനങ്ങൾ ആർത്തു വിളിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. കൺവെൻഷനിൽ പ്രസംഗത്തിനിടെ കുടുംബാംഗങ്ങളെയും രാഷ്ട്രീയ സുഹൃത്തുക്കളെയും പിന്തുണക്കാരെയും അഭിവാദ്യം ചെയ്തെങ്കിലും ഭാര്യ മെലനിയയെ അദ്ദേഹം പരാമർശിക്കാത്തത് ശ്രദ്ധേയമായി. മെലനിയ ചടങ്ങിനെത്തിയതുമില്ല. ഇന്ത്യൻ അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ ഹർമീത് കൗർ ദില്ലൻ കൺവെൻഷനിൽ സിഖ് പ്രാർത്ഥന ചൊല്ലി. ചണ്ഡീഗഡിലെ സിഖ് കുടുംബത്തിൽ ജനിച്ച ഹർമീത് കൗർ കുറച്ചുകാലം ട്രംപിന്റെ വക്കീലായിരുന്നു. നവംബർ 5-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ട്രംപ് US പ്രസിഡന്റ് ജോ ബൈഡനെ നേരിടും. ഓഗസ്റ്റിൽ ഷിക്കാഗോയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലായിരിക്കും ബൈഡനെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക. പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വെടിയേറ്റെങ്കിലും തോക്ക് നിയന്ത്രണം സംബന്ധിച്ചുള്ള പരിഷ്കാരങ്ങളെ പിന്തുണയ്ക്കില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥികൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തോക്കല്ല മറിച്ച് ഉപയോഗിക്കുന്നവരുടെ മാനസിക നിലയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് അവരുടെ പക്ഷം. ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തുന്നെന്ന ഇന്റലിജൻസ് വിവരം US-ന് കിട്ടിയതിനെ തുടർന്ന് അദ്ദേഹത്തിനുള്ള സുരക്ഷ ആഴ്ചകൾക്ക് മുൻപേ വർദ്ധിപ്പിച്ചിരുന്നതായി ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.